കർത്താവിൻ്റെ ആൾത്താരയുടെ മുന്നിൽ വെച്ച് വിവാഹിതരെത്തിയിരുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹപാഠി റോമി, അനീന, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, യുവതീ-യുവാക്കളെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് കർത്താവിൻ്റെ മുന്നിൽ വെച്ച് ഒരു പുതിയ കുടുംബം രൂപം കൊള്ളുകയാണ്. കർത്താവ് നിങ്ങളെ ഒന്നിച്ച് ചേർത്തിരിക്കുകയാണ്. വ്യത്യസ്ത കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന ഇവർ ഇന്നു മുതൽ ഒന്നായി തീരുകയാണ്. വ്യത്യസ്ത സ്വഭാവമുള്ളവർ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജനിച്ചു വളർന്ന ഇവർ ഇന്നു മുതൽ ഒന്നാവുകയാണ്. ദൈവം ഇവരെ ഒന്നിച്ച് ചേർക്കുകയാണ്. പ്രിയപ്പെട്ട റോമി, പതിയിൽ കുടുംബത്തിലെ ചാവച്ചേട്ടനെ ഷേർലി ആന്റിയുടെ മകനായ റോമി, നിനക്ക് ദൈവം വെച്ച് തരുന്ന വിലയുള്ള ഒരു സമ്മാനമാണ് അനീന. പ്രിയപ്പെട്ട അനീന, നിന്റെ ജീവിതത്തിലും പ്രത്യേകമായൊരു സമ്മാനമാണ് ഇവിടെ ഇരിക്കുന്ന റോമി. ദൈവത്തിൻ്റെ വിലയുള്ളൊരു സമ്മാനമാണ് ജീവിത പങ്കാളി. ഇത് ദൈവത്തിന് സമ്മാനമായതുകൊണ്ടും ദൈവം നിങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നത് കൊണ്ടും നിങ്ങൾ ഈ സമ്മാനം വളരെ വിലയുള്ളതായി നിങ്ങളുടെ ജീവിതകാലം മുഴുവനും കണക്കാക്കണം. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. വിവാഹ ജീവിതം ഒരു ലോട്ടറി അല്ല. ലോട്ടറി അടിക്കുന്ന പോലെ ഒന്നല്ല വിവാഹ ജീവിതം. കാരണം ഇത് ദൈവം തിരഞ്ഞെടുത്ത് തരുന്ന സമ്മാനമാണ്, അല്ലാണ്ട് ഇതൊരു ഭാഗ്യ പരീക്ഷണമല്ല. ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടാകുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് തരുന്ന പ്രത്യേക സമ്മാനമാണ് ഈ ജീവിത പങ്കാളി, വിവാഹ ജീവിതം. ഈ വിവാഹ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് സ്നേഹമാണ്. നമ്മളിൽ ഏവർക്കും ഉള്ളതാണ് ഇഷ്ടങ്ങൾ. പലതരം ഇഷ്ടങ്ങളുണ്ട്. ഇഷ്ടത്തിന്റെ പ്രത്യേകത എന്താണ്? കുറച്ച് കഴിയുമ്പോൾ ആ ഇഷ്ടം ഇല്ലാതായിത്തീരും. പക്ഷെ സ്നേഹം അങ്ങനെയല്ല. സ്നേഹം എന്നേക്കും നിലനിൽക്കും. എന്നാണോ നിങ്ങൾക്കുള്ളിൽ സ്നേഹത്തിന്റെ കുറവുകൾ വരുന്നത്, അന്ന് മുതൽ നിങ്ങൾക്കിടയിൽ ഇഷ്ടക്കുറവുകൾ വരും. സ്നേഹം നിലനിന്നാൽ ഒരു കാരണവശാലും ഇഷ്ടക്കേടുകൾ വരില്ല. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതകാലം മുഴുവൻ ഈ സ്നേഹം നിലനിൽക്കണം. നമ്മുടെ സഭയുടെയും ഒരു സമൂഹത്തിന്റെയും അടിസ്ഥാനമാണ് കുടുംബം. കുടുംബത്തിൽ സ്നേഹം നിലനിൽക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ബന്ധങ്ങളാണ്. നല്ല നല്ല ബന്ധങ്ങൾ. നല്ല ബന്ധമുണ്ടോ അവിടെ സ്നേഹമുണ്ട്. ഒരു കുടുംബത്തിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ നല്ല അടിയുറപ്പുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, യുവതി-യുവാക്കളെ, പ്രിയപ്പെട്ട റോമി, അനീന, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും യുവതി-യുവാക്കൾക്കുമായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങൾ വളർത്തണം. ബന്ധങ്ങൾ 4 തരത്തിലാണ്. ആദ്യത്തേത്, ലോകത്തിൽ എവിടെയായിരുന്നാലും ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരായ ഒരു ബന്ധം ആരംഭിക്കുന്നത് ആശയവിനിമയത്തിലൂടെയാണ്. കമ്മ്യൂണിക്കേഷൻ ലീഡ്സ് ടു കണക്ഷൻ. ആശയവിനിമയം നമ്മുടെ ജീവിതത്തിൽ വേണം. തകർന്ന കുടുംബങ്ങളുണ്ടോ അവർക്കിടയിൽ ആശയവിനിമയം ഇല്ല എന്നാണ് അർത്ഥം. സംസാരിക്കാൻ, പരസ്പരം സംസാരിക്കാൻ സമയം കണ്ടെത്തണം. റോമിക്ക് പറയാനുള്ളത് അനില കേൾക്കുവാൻ തയ്യാറാകണം. അനിലേക്ക് പറയാനുള്ളത് റോമി കേൾക്കുവാൻ തയ്യാറാകണം. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ജീവിതത്തിലും ആശയവിനിമയം വേണം. സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അടിയുണ്ടായിട്ടുണ്ടോ? വഴക്കുണ്ടായിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ ആരും വഴക്കുണ്ടായിട്ടില്ല എന്ന് തല ആട്ടുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ആശയവിനിമയം ഇല്ല എന്നാണ്. ഭാര്യ ഭർത്താക്കന്മാരായ ഉറപ്പായും ചെറിയ ചെറിയ വഴക്കും പിണക്കവും ഉണ്ടാകും. പക്ഷേ അതിനെ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്? നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടായാൽ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് കുറച്ച് വ്യക്തിത്വവും നിലപാടും ഉണ്ടെന്നാണ്. കാരണം വ്യത്യസ്ത കുടുംബങ്ങളിൽ വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ റോമി, അനീന, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഭൂതകാലത്തെക്കുറിച്ച് സംസാരിക്കരുത്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് സംസാരിക്കരുത്. എന്ന് വെച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന കാര്യവും കഴിഞ്ഞ മാസം നടന്ന കാര്യവും ഒരു വർഷം മുമ്പ് നടന്ന കാര്യവും
കല്യാണത്തിന് മുമ്പ് റോമിയോ അനീനയും ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുമല്ലോ, അതൊന്നും പറഞ്ഞ് പ്രശ്നങ്ങൾ വഷളാക്കരുത്. അഭിപ്രായ വ്യത്യാസം എന്തിനെക്കുറിച്ചാണ് ആ സമയത്ത് അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുവാൻ തയ്യാറാകണം. അഭിപ്രായ വ്യത്യാസമില്ലാത്ത ആരും കൂടി ഇല്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പഴയ കാര്യങ്ങൾ വലിച്ചിടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരു പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത് തീരുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പേപ്പർ എടുത്ത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം വലിച്ചിട്ട് എഴുതുക. ഇത് എഴുതുമ്പോൾ 4 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, മടി കാരണം വലിച്ചു വഴി പറയുന്നതെല്ലാം ചെറുതാക്കും, പ്രശ്നങ്ങളുടെ എണ്ണം കുറയും. 2, നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ വേണ്ടതാണോ, ഇതൊക്കെ എഴുതണോ. 3, നമ്മളത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ എഴുതിയ കാര്യത്തിന് ഒരു എവിഡൻസ്, അതിന് വാല്യൂ ഉണ്ട്. പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വീണ്ടും പറയാം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ചേട്ടന് തോന്നിയതാണ്, അല്ലെങ്കിൽ നിനക്ക് തോന്നിയതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. എഴുതിയതിന് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് വീണ്ടും ചിന്തിക്കും, ഇത് എഴുതേണ്ട കാര്യമുണ്ടോ. 4, എഴുതുമ്പോൾ അക്ഷരത്തിലുണ്ടാവുമല്ലോ എന്നോർത്ത് ചിലപ്പോൾ എഴുതത്തില്ല, പ്രശ്നങ്ങളുടെ എണ്ണങ്ങൾ കുറയും, പിന്നെ നല്ല കയ്യക്ഷരം ഉണ്ടാകും. അതുകൊണ്ട് എഴുതി തുടങ്ങുക. ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞ് നാളെ മുതൽ ആരും 5-6 ഷീറ്റ് പേപ്പർ എഴുതി എന്നെ എടുക്കലോ ഭാര്യ എടുത്ത് കൊടുക്കരുത്. കഴിയുന്നത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അതിനെ കുറയ്ക്കുവാൻ, അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്കിടയിൽ ശ്രമിക്കണം. മൂന്നാമതൊരാളെ കൊണ്ടുവന്ന് അത് വലിയൊരു പ്രശ്നം ഉണ്ടാകരുത്. മൂന്നാമതൊരാളെ കൊണ്ടുവന്ന് ജീവിതം മൊത്തം പ്രശ്നമാക്കിയ 2 പേരുണ്ട്. ആദ്യം മാതാപിതാക്കൾ, അവർക്കിടയിൽ മൂന്നാമത് ആരായിരുന്നു? ഓരോരുത്തർ പറയാൻ തലയാട്ടുന്നുണ്ട്. അങ്ങനെ ഒരു മൂന്നാമത് ആളെ കൊണ്ടുവരാണ്ടിരിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ഒരാൾ നിങ്ങൾ ഓരോരുത്തർ ആകാണ്ടിരിക്കാൻ നിങ്ങളുടെ ശ്രമവും വേണം. മൂന്നാമത് നമ്മുടെ ബന്ധം, കുടുംബജീവിതം, ബന്ധത്തിന് മികച്ചതാക്കുവാൻ മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. കാരണം വേറൊന്നുമല്ല, ഒന്നിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരത്തില്ല. പിന്നെ സ്വാഭാവികമായി ആ എന്ത് തീരുമാനം എടുത്തിരിക്കുന്നത് അത് നടത്തപ്പെടും. എന്തുകൊണ്ടാണ് തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിത്തം വേണമെന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഇവിടെ വിവാഹം എന്ന കൂദാശ വഴി നിങ്ങൾ വിവാഹം ചെയ്യുമ്പോൾ റോമിയുടെ തീരുമാനം മാത്രമല്ല, ഇവിടെ അനീകയുടെ തീരുമാനമാണ്. വിവാഹം എന്ന കൂദാശയുടെ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ള കൂദാശയ്ക്ക് ഒരു വ്യക്തിയാണ്, പക്ഷെ വിവാഹം എന്ന കൂദാശയ്ക്ക് മാത്രം 2 വ്യക്തികളാണ്. 2 വ്യക്തികളുണ്ടെങ്കിലും ഈ ഒരു കൂദാശയുടെ പ്രത്യേകത, ഇവർ ഒരേ മനസ്സോടു കൂടിയാണ് ഈ ഒരു കൂദാശ സ്വീകരിക്കുന്നത്. അതിനാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. അല്ലാണ്ട് പറയരുത്, ഞാനാണ് ഈ കുടുംബത്തിലെ പുരുഷൻ, ഞാനാണ് ഈ കുടുംബത്തിലെ ഹസ്ബൻഡ്, അതിനാൽ ഞാൻ പറഞ്ഞത് നീ കേൾക്കുക, നീ കെട്ടിക്കയറുന്ന പെണ്ണാണ് എന്ന് ഒരിക്കലും പറയരുത്. പങ്കാളിത്തം ഉറപ്പുവരുത്തുക. 4ാമത്തെ കാര്യം, റോമി വളരുന്നതിനൊപ്പം അനിയും വളരണം, അനിയ വളരുന്നതിനോടൊപ്പം റോമി വളരണം. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ, ഇൻഫർമേഷൻ, പുതിയ അറിവുകൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ഷെയർ ചെയ്യുക. അതിലൂടെ നിങ്ങൾ 2 പേരും ഒരുമിച്ച് വളരുകയാണ്. എനിക്കറിയാവുന്നൊരു ഫാമിലി ഉണ്ട്, എന്റെ കുടുംബത്തിലുള്ളവരാണ്. അവിടുത്തെ ഭർത്താവ് ഒരു കോൺട്രാക്ടറും അവിടുത്തെ ആന്റി ഒരു നേഴ്സുമാണ്. എന്നാൽ പോലും ഇവിടുത്തെ ഈ ആന്റിക്ക് അറിയാം, ഈ കോൺട്രാക്ടർ എന്ന സ്ഥിതിക്ക് ഒരു വീടിന് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ എത്രമാത്രം സിമെന്റ് വേണം, എത്രമാത്രം ഇഷ്ടിക കഷ്ണങ്ങൾ വേണം ആ വീട് കെട്ടിപ്പോക്കാൻ എന്നുള്ളത് ഈ ആന്റിക്ക് അറിയാം. അതിനാൽ ഒരു ദിവസം ഞാൻ അവരുടെ ഇടയിൽ ഇരുന്നപ്പോൾ അവർ പരസ്പരം സംസാരിക്കുകയാണ്. അവർ പരസ്പരം സംസാരിച്ചപ്പോൾ ഭാര്യ ഭർത്താവിനെ ചോദിക്കുകയാണ്, ഇന്ന സൈഡിൽ പണി കഴിഞ്ഞു ചേട്ടാ, അവിടെ ഇത്രമാത്രം സിമെന്റ് വേണ്ടായിരുന്നോ? അവിടുത്തെ വാക്ക് കഴിഞ്ഞ് അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാം. കാരണം അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അതിനാൽ അവർക്കറിയാം എന്തൊക്കെയാണ് ചേട്ടൻ ചെയ്യുന്നത്. ചേട്ടനുള്ള അറിവ് ചേച്ചിക്കുമുണ്ട്, ചേച്ചിക്കുള്ള അറിവ് ചേട്ടനുണ്ട്. അതിനാൽ അവർക്കിടയിൽ ആശയവിനിമയ ഗ്യാപ്പുകൾ വരുന്നില്ല. പരസ്പരം ഷെയർ ചെയ്തില്ലെങ്കിൽ റോബി പറയുന്നത് അനീതിക്ക് മനസ്സിലാവില്ല. ഒരു പക്ഷേ കോൺട്രാക്ടർ ഒരു കാരണവശാലും ഭാര്യയോട് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഭർത്താവ് ഈ വീടിനെ കുറിച്ചും സ്ക്വയർ ഫീറ്റിനെ കുറിച്ചും പറഞ്ഞാൽ വായി കുറിച്ചിരിക്കുന്നവർ ഈ നേഴ്സിന്
അതിനാൽ ജീവിതത്തിൽ റോമി വളരുന്നതിനൊപ്പം അലീനയും വളരണം, അലീന വളരുന്നതിനൊപ്പം റോമിയും വളരണം. എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ആശയവിനിമയം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് വലിയൊരു ഗ്യാപ്പ് വരും. ഞാൻ 4 കാര്യങ്ങളാണ് മുന്നിൽ പറഞ്ഞത്. ആശയവിനിമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത് പറഞ്ഞത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ വരച്ചിട്ടത്. മൂന്നാമത്തെ കാര്യം പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം ഉറപ്പുവരുത്തുക, രണ്ടുപേരും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ. നാലാമത്തെ കാര്യമാണ് മറ്റുള്ളവരെയും നമ്മുടെ കൂടെ പങ്കാളിയെയും വളർത്തുവാൻ ശ്രമിക്കണം. പ്രിയപ്പെട്ട റോമി, അലീന, ഫേമസ് തിയോളജിയൻ ലാസ്ബിയൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹു ഈസ് ഗോഡ് എന്ന ചോദ്യത്തിന് പറയുന്ന ഉത്തരമാണ് God is the one who is capable of performing what is best for others. He is the one who can make the best. എന്ന് പറഞ്ഞാൽ യുഎസ്കാരനോട് എന്ന് പറഞ്ഞാൽ എന്ന് പറയേണ്ട കാര്യമില്ല. ദൈവത്തിന് അറിയാം എന്താണ് മറ്റുള്ളവർ ചെയ്യേണ്ടതെന്നുള്ളത്. ഏറ്റവും നല്ലത് ആർക്ക് കൊടുക്കാവോ അതേ ദൈവം മറ്റുള്ളവർ കൊടുക്കുള്ളൂ. അതിനാൽ റോമി, നീ ലോകത്തിൽ എവിടെ പോയി തപ്പിയാലും ഇതുപോലത്തെ പെൺകുച്ചിനെ കിട്ടാൻ പോകുന്നില്ല. നിനക്ക് ദൈവം നിനക്കായി സമ്മാനമായി തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അലീന, നിന്റെ ജീവിത പങ്കാളി. ഇതുപോലെ ജീവിത പങ്കാളി നീ ലോകത്ത് എവിടെ പോയി തിരക്കിയാലും തപ്പിയോടെ കിട്ടാൻ പോകുന്നില്ല. നിനക്കായി തന്നിരിക്കുന്നതാണ് ഈ ജീവിത പങ്കാളി. പ്രിയപ്പെട്ട അലീന, ലോകത്തില് നീ എവിടെ പോയി തപ്പിയാലും ഇതുപോലൊരു പുരുഷന് കിട്ടാൻ പോകുന്നില്ല. എന്റെ സഹപാഠിയാണ് റോമി. അതിനാൽ പറയുവാണ് നല്ല വ്യക്തി, അതിനുവേണ്ടി നല്ലൊരു ജോലിയായ പേഴ്സൺ ആണ്. ലോകത്തിൽ എവിടെ പോയാലും നീ ഇതുപോലൊരു പുരുഷനെ കിട്ടില്ല. കാരണം ദൈവം നിനക്കായി തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്ന സമ്മാനമാണ് റോമി. അതിനാൽ ജീവിതത്തിൽ നിങ്ങൾ പരസ്പരം ബഹുമാനത്തോടും സ്നേഹത്തോടും വളരണം. നിങ്ങളുടെ വിവാഹം എന്ന കൂദാശ വഴി വേറെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വിവാഹം എന്ന കൂദാശയാണ് മറ്റുള്ള കൂദാശയ്ക്ക് വഴിയൊരുക്കുക. മാമോദിസ, തൈലബലം, കുർബാന, കുംഭസാരം എന്ന ഈ ഒരു വിവാഹം എന്ന കൂദാശ വഴിയാണ് മറ്റുള്ള കൂദാശയ്ക്ക് വഴിയൊരുക്കുക. അതിനാൽ നിങ്ങളുടെ ജീവിതം ബന്ധത്തിലും സ്നേഹത്തിലും ബഹുമാനത്തിലും വളർന്നാൽ വരും കാലങ്ങളിലും നല്ലതും സഭയ്ക്ക് നല്ലതും സമൂഹത്തിന് നല്ലതുമായ കാര്യങ്ങളുമാണ് നിങ്ങളുടെ ജീവിതം വഴി നടക്കാൻ പോകുന്നത്. അതിനാൽ നല്ലൊരു ബന്ധം നിങ്ങൾക്കിടയിൽ വളർത്തുക. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്നത് ഗോഡ് മെയ്ഡ് ഫോർ ഈച്ച് അതർ. നിങ്ങളെ തമ്മിൽ ദൈവം യോജിപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ സ്നേഹവും ബന്ധവും നിലനിർത്തി മുന്നോട്ട് പോകുക. ഇനി എനിക്ക് പറയാനുള്ളത് റോമിയുടെ മാതാപിതാക്കളായ ചാച്ചുച്ചനും ഷെർവിയാനിയോടും അലീനയുടെ മാതാപിതാക്കളുമാണ്. നിങ്ങൾ ഇവരെ വളർത്തി വലുതാക്കി കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്തി അവസാനം ഇവരെ ഈ ഒരു നിലയിലെത്തി ഇവരെ വിവാഹം എന്ന കൂദാശയിൽ ഒന്നിച്ച് ചേർക്കുവാൻ നിങ്ങളുടെ എത്തിയിരിക്കുകയാണ്. ദൈവത്തിന് വേണ്ട പോലെ ഒരു വളർത്തി എത്തിയ നിങ്ങൾക്ക് എന്റെ വളരെയധികം വലിയൊരു നന്ദി. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും, ഇവിടെ പങ്കാളികളുടെ വിവാഹ ജീവിതത്തിൽ പങ്കാളികളായി നിങ്ങൾ ഓരോരുത്തർക്കും വളരെ നന്ദിയുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ ഈ കുദാശ നടത്തി, കുർബാന എന്ന കുദാശ, വിവാഹ കുദാശ നടന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ചെയ്യേണ്ട കാര്യം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാനായി. സ്നേഹം നിറഞ്ഞ റോമി, അലീന, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ബന്ധവും സ്നേഹവും ഉള്ളൊരു വിവാഹ ജീവിതം നയിക്കാനുള്ള മംഗളങ്ങൾ ഞാൻ നേരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ.